ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തിയുടെ മുട്ട പൊരിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രുചികരമായ ഈ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. മത്തിയുടെ മുട്ട പൊരിക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. മുട്ട, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകും സാദാ മുളകും കൂടി മിക്സ് ചെയ്ത മുളക് പൊടി, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് തേങ്ങ, പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. നമുക്ക് ഉപ്പ് അല്പം ഇടാം. ഉള്ളി നമുക്ക് എന്തായാലും ഇട്ടാലും ടേസ്റ്റാണ്, നമുക്ക് കിട്ടേക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കാണും. മത്തിയുടെ മുട്ട പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്കത് പൊരിക്കാൻ തുടങ്ങാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം തീ കൂട്ടി വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കും നമ്മുടെ മേത്തേക്ക്. അതുകൊണ്ട് നമ്മൾ തീ അല്പം കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തീ അല്പം മീഡിയത്തിൽ ഇടുവാണ്. മീഡിയം ടു ലോ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഇച്ചിരി കൂട്ടി കൊടുക്കുക, ഇടയ്ക്ക് ഇച്ചിരി കുറച്ച് കൊടുക്കുക. അങ്ങനെ ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ പയ്യെ. പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് മൂത്താൽ മതി. അപ്പോൾ മുട്ടയുടെ വേവ് കറക്റ്റായിരിക്കും. മുട്ട ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട, കടിച്ചാൽ മുറിയുക. ഉള്ളിയും മുളകും തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മുട്ടയും ആ സമയത്ത് വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ മണം കേട്ടാൽ മതി നമുക്ക് ചോറുണ്ട്. മുട്ടയെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്പം വേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച്. ഈ സമയത്ത് ആ വേപ്പിലയുടെ ടേസ്റ്റ് കൂടി ഇതിന് കിട്ടുമ്പോൾ നല്ലൊരു കുറച്ചേ ഉള്ളെങ്കിലും ഇതുകൊണ്ട് തന്നെ 10 പേർക്ക് ചോറുണ്ട്. തീ ഓഫ് ചെയ്യാം. വേപ്പില ഇട്ടപ്പോൾ ഒരു പ്രത്യേക മണം കേട്ടോ. ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക്
അങ്ങനെ നമ്മുടെ മത്തിയുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.